അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദർസു സാമിന അശർ, പാഠം 18, മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ 18ാമത്തെ പാഠം. ഫിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കൂ എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ്. ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അബ്ദുൽ കരീമും ഉപ്പയും വീട്ടിൽ മടങ്ങിയെത്തി. അവൻ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് വലിയുമ്മയെ കാണാൻ പോകേണ്ടേ? അല്ലേ, ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അബ്ദുൽ കരീമും ഉപ്പയും വീട്ടിൽ മടങ്ങിയെത്തി. അവൻ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് വലിയുമ്മയെ കാണാൻ പോകേണ്ടേ? അപ്പോൾ ഉമ്മ, ഉളുഹിയത്ത് കഴിഞ്ഞ് മാംസം വിതരണം ചെയ്തതിന് ശേഷം പോകാം. ഉളുഹിയത്തും ബലിമൃഗത്തെ അറുത്ത് അതിന് ശേഷം മാംസം വിതരണം ചെയ്തതിന് ശേഷം പോകാം. ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും വിരുന്നു പോകാനൊരുങ്ങി. അവർ വണ്ടിയിൽ കയറി പുറപ്പെട്ടു. ഉപ്പ, നമുക്ക് വലിയമ്മയെ കണ്ട ശേഷം വലിയമ്മാവൻ്റെയും മൂത്തമ്മയുടെയും വീട്ടിൽ പോകണം. നമുക്ക് വലിയമ്മയെ കണ്ട ശേഷം വലിയമ്മാവൻ്റെയും മൂത്തമ്മയുടെയും വീട്ടിൽ പോകണം എന്ന് ഉപ്പ പറഞ്ഞു. അപ്പോൾ അബ്ദുൽ കരീം ചോദിക്കും, അബ്ദുൽ കരീം, നമുക്ക് വലിയമ്മയുടെ അടുത്ത് നിന്നാൽ മതിയാവില്ലേ? അപ്പോൾ ഉപ്പ, അത് പറ്റില്ല, അവരെല്ലാവരും നമ്മുടെ കുടുംബക്കാരല്ലേ. അബ്ദുൽ കരീം, ആരാണ് ഈ കുടുംബക്കാർ? അപ്പോൾ അബ്ദുൽ കരീം ചോദിക്കണം, ആരാണ് ഈ കുടുംബക്കാർ? ഉപ്പ, മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്, അത് പുണ്യകരമായ അമലാണ്. കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാകും, ആയുസ് വർദ്ധിക്കും. അപ്പോൾ ഈ അബ്ദുൽ കരീം ആരുടെ വീട്ടിലാണ് പോകുന്നത്? ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഉമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വലിയുമ്മ അല്ലേ, വലിയുമ്മയുടെ വീട്ടിലല്ലേ പോകണം. ഉമ്മയുടെ വീട്ടിൽ വലിയുമ്മയും പിന്നെ അമ്മാവനും ഉണ്ടാവും. പിന്നെ ആരാ ഉള്ളത്? വലിയമ്മാവൻ അവിടെ അല്ല താമസിക്കുന്നത്. അതുപോലെ തന്നെ മൂത്തമ്മ, അവർ വേറെ വേറെ വീടുകളിൽ താമസിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമുക്കിനി ചോദ്യം വരും, ആരാണ് കുടുംബക്കാർ? മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അതിൻ്റെ ഉത്തരം അതാണ്. ഇനി കുടുംബബന്ധം പുലർത്തിയാൽ എന്തൊക്കെ ലഭിക്കും? കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാകും, ആയുസ് വർദ്ധിക്കും. അപ്പോൾ 2 ചോദ്യത്തിൻ്റെ ഉത്തരം ആ പേജിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശമയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക എന്നിവയെല്ലാം കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, നിങ്ങൾ കുടുംബബന്ധം നിലനിർത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് എഴുതിയാൽ മതി. കുടുംബക്കാരെ സന്ദർശിക്കും, സഹായ സഹകരണങ്ങൾ ചെയ്യും, സൽക്കരിക്കും, അവർക്ക് സന്ദേശമയക്കും, നല്ല കാര്യങ്ങൾ ഉപദേശിക്കും. അത് നമ്മളവിടെ അതിന് ഉത്തരമായിട്ട് അത് എഴുതണം. ഇനി കുടുംബബന്ധം മുറിക്കൽ ഹറാമാണ്. കുടുംബബന്ധം മുറിക്കുന്നതിൻ്റെ വിധി, കുടുംബബന്ധം മുറിക്കൽ ഹറാമാണ്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല, അവർക്ക് കഠിന ശിക്ഷയുണ്ട്. അവിടെ ഒരു 6ാമത്തെ ചോദ്യമായിട്ട് വന്നേക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല ആർക്കാണ്? കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തൻസിലു റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ. കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. അതൊരു 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. കുടുംബബന്ധം മുറിക്കുന്നതിനെക്കുറിച്ച് നബി എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞ? കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. അതാണ് അതിൻ്റെ ഉത്തരം. ആ അറബി ഹദീസ് കാണാതെ പഠിച്ചു വെക്കണം, അതിൻ്റെ അർത്ഥവും പഠിക്കണം. അത് പല രൂപത്തിൽ ചോദ്യമായിട്ട് വരും. ഉമ്മ, മോനെ എഴുന്നേൽക്ക്, നമ്മൾ വലിയുമ്മയുടെ വീട്ടിലെത്തി. അമ്മാവനും വലിയുമ്മയും കുട്ടികളും അവരെ സ്വീകരിച്ചു. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതാണ് കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതും ഒരു ഹദീസാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ എന്നതും ലാ തൻസിലു റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിം. അപ്പോൾ ഈ 2 ഹദീസും അതിൻ്റെ അർത്ഥം അവിടെ എഴുതാൻ വന്നിട്ടുണ്ട് നമ്മുടെ തദ്രീബാത്തിൽ. അപ്പോൾ നല്ലപോലെ പഠിക്കണം, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി വെക്കുക.
പിന്നെ ഇവിടെ നാലാമതൊരു ചോദ്യം കൂടി ഉണ്ട്. അബ്ദുൽ കരീമും കുടുംബവും ബലിപെരുന്നാൾ ദിനത്തിൽ എന്തെല്ലാം ചെയ്തു? ബലിപെരുന്നാൾ നിസ്കരിച്ച് ഉളുഹിയത്ത് അറുത്ത് വിതരണം ചെയ്ത് പിന്നെ കുടുംബക്കാരെ സന്ദർശിച്ചു. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ വായിച്ചു നോക്കിയിട്ട് എഴുതണം. പിന്നെ അതിനുശേഷം കുടുംബബന്ധം ചേർക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മെസ്സേജ് തയ്യാറാക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുടുംബക്കാരെ സന്ദർശിക്കാറുണ്ടോ? ഒരു കുടുംബ സൽക്കാരത്തിൻ്റെ വിശേഷണങ്ങൾ എഴുതണം. അങ്ങനെ കുറിപ്പ് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ തദ്രീബാത്തും വായിക്കുക, പാഠഭാഗങ്ങൾ ശരിക്കും വായിച്ച് പഠിക്കുക. പിന്നെ അതിൽ തദ്രീബാത്ത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ആ തദ്രീബാത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.